ഹായ് ഗായ്സ്, ഞാനിന്നൊരു കൊറിയൻ ഡ്രാമ എക്സ്പ്ലനേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ ഇതുവരെ കൊറിയൻ ഡ്രാമ ചെയ്തിട്ടില്ല, അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഡ്രാമയുടെ പേര് ലവ് ഇൻ ദ ബിഗ് സിറ്റി എന്നാണ്. വെറും 8 എപ്പിസോഡ് മാത്രമുള്ള ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു എപ്പിസോഡ് 2 വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ നമുക്ക് ഒരുപാട് താമസിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായകൻ ഗോയങ് ഒരുത്തന്റെ കൂടെ ബെഡിൽ കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. രാവിലെ അലാറം അടിച്ച് അവൻ എണീച്ച് മറ്റവനോട് ഒരു ക്യുക്കി ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ നിനക്കിന്ന് എവിടെ പോകണമെന്ന് പറഞ്ഞല്ലേ, പോയി റെഡിയാവ്, എനിക്കാണെങ്കിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണം, രാത്രി സ്ട്രീം ചെയ്യണം, നല്ല പണിയാ, ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവിടെ കിടന്നു. ഇത് കേട്ട് ഗോയങ് എങ്കിൽ ശരി, ഞാൻ പോയേക്കാം, നമ്മളൊക്കെ ശല്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് എഴുന്നേക്കാൻ തുടങ്ങിയതും മറ്റവൻ പെണങ്ങല്ലാടാ, ശരി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാളും കൂടെ ഹാളിലെ സോഫയിലേക്ക് പോയി. അവരങ്ങനെ പരിപാടി തുടങ്ങിയതും മിലിറ്ററി യൂണിഫോം ഒക്കെ ഇട്ട ഒരുത്തൻ ബേബി ഞാൻ വന്നു എന്ന് പറഞ്ഞ് ഹാളിലേക്ക് കയറി. ഇവന്മാരെ രണ്ടുപേരെയും കണ്ടതും കയറി വന്നവൻ കൊള്ളടാ കൊള്ള, ശരി ശരി നിങ്ങളുടെ പരിപാടി നടക്കട്ടെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയി. സംഭവം എന്താണെന്ന് വെച്ചാ ഈ സ്ട്രീമറിന്റെ ബോയ് ഫ്രണ്ടാണ് ഇപ്പൊ കയറി വന്നവൻ. ഗോയങ്ങിനോട് ഇവനുമായിട്ട് ബ്രേക്കപ്പ് ആയെന്നാണ് ലവൻ പറഞ്ഞത്. യങ്ങിനും ഇത് കണ്ട് ദേഷ്യം വന്നു. അവൻ ഉടനെ തന്നെ ഡ്രസ്സ് മാറ്റി അവിടുന്ന് പോവാൻ വേണ്ടിയിട്ട് തുടങ്ങി. മറ്റവനാണെങ്കിൽ വീണ്ടും സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി അവനോട് ഞാൻ ബ്രേക്കപ്പ് ആവാൻ വേണ്ടി തീരുമാനിച്ചതാ, പക്ഷെ വിളിച്ചു പറയാൻ എങ്ങനെ, അവൻ മിലിറ്ററിയിലല്ലേ, അതുകൊണ്ടാ പറ്റാത്തെ. നീ പോടാ, നാണമില്ല ഇങ്ങനെ ന്യായീകരിക്കാൻ, നീ ഇന്ന് വീഡിയോ ഇടുമെന്നല്ലേ പറഞ്ഞത്, ഇട്, നീ ഒരു ചീറ്ററാണെന്ന് ഞാൻ കമന്റ് ഇട്ടോളാം എന്ന് പറഞ്ഞ് ഗോയങ് അവിടെ നിന്നിറങ്ങിപ്പോയി. യങ് പിന്നീട് തിരക്കിട്ട് എങ്ങോട്ടോ ഓടുവാണ്. ഫോൺ വന്നപ്പോ ഞാൻ വന്നോണ്ടിരിക്ക, പെട്ടെന്ന് എത്തിക്കോളാം എന്ന് പറഞ്ഞ് മറ്റവനെ ചീത്ത വിളിച്ച് അവൻ ഓടടാ ഓട്ടം. അവനങ്ങനെ ഒരു സ്റ്റുഡിയോയിലേക്ക് ചെന്നു. അപ്പോ അവിടുന്ന് ഒരു പെണ്ണിറങ്ങി വന്ന് എന്താടാ ഇത്രയും താമസിച്ചേ, നിനക്കൊന്ന് കുളിച്ചിട്ട് വന്നൂടായിരുന്നു, ഇത് എന്ത് കോലവാ എന്നൊക്കെ പറഞ്ഞ് വഴക്കു പറഞ്ഞു. അവൾ അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോ ഒരുത്തൻ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് വരുന്നുണ്ട്. മിസ്റ്റർ നാം, ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ എന്ന് ഗോയങ്ങിനെ അവൾ പരിചയപ്പെടുത്തി കൊടുത്തു. ഗോയങ് ഒരു ഫോട്ടോഷൂട്ടിന്റെ മോഡലായിട്ട് അവിടെ എത്തിയതാണ്. അതിന്റെ ഫോട്ടോഗ്രാഫറാണ് ഈ കാണുന്ന നാം. ഗോയങ് ആക്ച്വലി ഒരു മോഡലൊന്നും അല്ല, ആ പെണ്ണില്ലേ അവന്റെ സഹോദരന്റെ ഫ്രണ്ടാണ് ഇവൻ. ചെക്കൻ കോളേജിലൊക്കെ പോകുന്നുണ്ട്, ഇച്ചിരി പൈസ കിട്ടാൻ വേണ്ടി ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോ ഗോയങ് താമസിച്ച് വന്നതിന് സോറി പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഫോട്ടോഗ്രാഫർ സമയം സ്വർണം പോലെയാണ്, താമസിച്ച് വരുന്നതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അവൻ വീണ്ടും സോറി പറഞ്ഞു. ആ പെങ്കൊച്ച് അധികം താമസിക്കാതെ ഗോയങ്ങിനെ മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് അവിടുന്ന് വിളിച്ചുകൊണ്ട് പോയി. മേക്കപ്പ് റൂമിലിരുന്ന ഗോയങ് ഫോട്ടോഗ്രാഫർ മുന്നേ എടുത്തിട്ടുള്ള പിക്സ് ഒക്കെ നോക്കുവാണ്. അതൊക്കെ ഭയങ്കര സെക്സി ആയിട്ടുള്ള പിക്സ് ആയിരുന്നു. അപ്പൊ അവന്റെ ഫ്രണ്ട് അവനെ ഫോൺ വിളിക്കാണ്. ഫോൺ എടുത്തുടനെ മറുതലേക്ക് നിന്ന് നീ എന്താടാ ഇന്ന് കുളിച്ചിട്ടൊന്നും അല്ലേ പോയത്, എന്റെ ചേച്ചി ഇപ്പൊ വിളിച്ചായിരുന്നു, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ്, നശിപ്പിക്കരുത് എന്ന് പറഞ്ഞു. സംഭവം മറ്റേ കൂട്ടുകാരനാ വിളിക്കുന്നേ. എടാ ഇന്ന് രാവിലത്തെ കാര്യം മൊത്തം കുളവായിരുന്നു, ഷൂട്ടിന് നിന്ന് നല്ല പൈസയൊക്കെ കിട്ടുമല്ലേ, പക്ഷേ ആ ഫോട്ടോഗ്രാഫർ ഒരു പേവേർട്ടാണെന്നാ തോന്നണേ, അവന്റെ വർത്താനൊന്നും അത്ര ശരിയല്ല. അവന്റെ ഫ്രണ്ടാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് കൂടുതലൊന്നും പറയാണ്ട് പോയി പണിയെടുക്കടാന്നും പറഞ്ഞ് ഫോണ് കട്ടാക്കിയിട്ട് വെച്ചിട്ട് പോയി. വൈകാതെ തന്നെ ഷൂട്ടിങ് തുടങ്ങി. നാം ഓരോ പോസൊക്കെ പറഞ്ഞു കൊടുത്തു. യങ്ങും നല്ലതുപോലെ പോസ് ചെയ്ത് നിന്നു. ഓരോ ഫോട്ടോസ് എടുക്കുമ്പോഴും നാം ഗംഭീരം ഗംഭീരം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞപ്പോ ഷൂട്ടിനെടുത്ത ഡ്രസ്സൊക്കെ ആ കൊച്ച് യങ്ങിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. നമ്മുടെ ഫോട്ടോഗ്രാഫർ യങ്ങിനോട് പോയി സംസാരിക്കുകയാണ്. എൻ്റെ പേര് കിം നാം ക്യൂ, ആ ഫോട്ടോസൊക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു, നീ വന്നപ്പോ കുറച്ച് പ്രശ്നമായിരുന്നെങ്കിലും പിന്നീട് അടിപൊളിയായിട്ട് എല്ലാം ചെയ്തു. അപ്പോൾ യങ്ങും ചിരിച്ചുകൊണ്ട് എൻ്റെ പേര് ഗോയങ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവിടുന്ന് പോയി. നമ്മുടെ ഗോയങ് ആക്ച്വലി ഒരു ഗേ ആണ്. അവൻ ഒഴിവ് സമയങ്ങളിൽ അവൻ്റെ 3 ഗേ ഫ്രണ്ട്സും ആയിട്ട് പാർട്ടിക്കൊക്കെ പോവും. ആ പാർട്ടിക്ക് വരുന്നവരൊക്കെ ഗേ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഗോയങ് നമ്മളോടായിട്ട് പറയുന്നുണ്ട്, അതായത് ഇവിടെ വെച്ച് ലവ് ആൻഡ് കെയറിങ് ആയിട്ടുള്ള ഒരാളെ കിട്ടുക എന്നതൊക്കെ സിനിമയിൽ മാത്രമേ നടക്കൂ. എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇവന്മാരുടെ കൂടെ നടന്ന് വെള്ളം അടിച്ച് പൊളിക്കുക മാത്രമാണ്. ഇത് ജിയോ നീൻ സു,
നിൽക്കുന്ന നിപ്പിൽ തന്നെ എല്ലാ അവന്മാരെയും അവ സ്കാൻ ചെയ്യും. ഇത് പാർക്ക് ജി തായ്. കണ്ടാ ഭയങ്കരനെ പോലെ തോന്നുമെങ്കിലും പഞ്ചപാവം. ഹാൻ ഹോമിൻ പഠിത്തമൊന്നും തനിക്ക് പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാക്കി ഒരു കഫേയിൽ വർക്ക് ചെയ്യുവാണ്. ഇവരങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഒരു ഫേവററ്റ് സോങ് പബ്ബിൽ പ്ലേ ചെയ്തു. ഉടനെ തന്നെ അവർ 4 പേരും പോയി ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴുണ്ടടാ നമ്മുടെ ഫോട്ടോഗ്രാഫർ യങ്ങിനെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. യങ് വെള്ളമടിച്ച നാമിനെയും കൊണ്ട് പുറത്തേക്ക് വന്നു. എന്തൊക്കെയുണ്ട് മിസ്റ്റർ നാം, സുഖമല്ലേ എന്നവൻ ചോദിച്ചു. ആ സുഖം. നിന്നെ ഇതുപോലൊരു സ്ഥലത്ത് കണ്ടപ്പോൾ ഞാൻ സർപ്രൈസ് ആയിപ്പോയി. ഇതുപോലുള്ള സ്ഥലവും? ആ, അതായത് ഈ ബാറിൽ. നീയും എന്നെ പോലെ ആണല്ലേ? എനിക്കാണെങ്കിൽ എന്തോ ചമ്മല് പോലെ. അതിനിപ്പോൾ എന്താ, ചമ്മേണ്ട ആവശ്യമൊന്നുമില്ല. നീ നല്ലവണ്ണം കുടിച്ചിട്ടുണ്ടല്ലേ എന്നൊക്കെ നാമും അവനും കൂടെ സംസാരിക്കുകയാണ്. യങ് ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് കുടിച്ചു, ഇനി ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിലെത്തുമെന്ന് എനിക്കൊരു പിടിയില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി. യങ്ങേ, ഇതൊന്നും അത്ര നല്ലതല്ല എന്ന് നാമു പറഞ്ഞു. അപ്പോൾ യങ് ആകെ അന്തം വിട്ടു. മിസ്റ്റർ കിം, നിങ്ങൾക്ക് എൻ്റെ പേര് ഓർമ്മയുണ്ടായിരുന്നു? എങ്ങനെ മറക്കാനാ, നീ ഗംഭീരമായ ഒരു മോഡലായിരുന്നു. പിന്നെ എന്നെ മിസ്റ്റർ എന്നൊന്നും വിളിക്കണ്ടെന്ന് അവൻ പറഞ്ഞുകൊണ്ടിരുന്നതും യങ് ഇടയ്ക്ക് കയറി നാമിനെ കിസ് ചെയ്യുവാണ്. നാമ് ആദ്യം ഒന്ന് അന്തം വിട്ടെങ്കിലും വീണ്ടും അവരെ കിസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് തനിക്ക് പരിചയമുള്ള ഒരു പെണ്ണ് ദൂരെ നിന്ന് തങ്ങളെ നോക്കുന്നത് യങ് കാണുന്നത്. അതവൻ്റെ ക്ലാസ്മേറ്റ് മിയയാണ്. ബേസിക്കലി അവൻ ഗേ ആണെന്ന കാര്യം കോളേജിൽ ആർക്കും അറിയത്തില്ല. മിയെ കണ്ടതും നാമിനോട് അവിടെ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞ് അവളുടെ അടുത്തേക്ക് അവൻ ഓടി. നീ എന്താടാ ചെറുക്ക, അവനെ തിന്നുമായിരുന്നോ എന്നവള് കളിയാക്കി ചോദിച്ചപ്പോ, അല്ല നീ എന്താ ഇവിടെ വന്നേ എന്ന് അവൻ തിരിച്ചു ചോദിച്ചു. അതെന്താ, എനിക്കിവിടെ വന്നൂടെ? എടി, നീ ആ കണ്ടത് അതെന്റെ ഒരു കസിനാ. ആഹാ, നീ ഇപ്പൊ കസിനെയൊക്കെ ഓടി നടന്ന് കിസ് ചെയ്യാൻ തുടങ്ങിയോ? അതൊക്കെ അവിടെ നിക്കട്ടെ, നീ എന്താ ഇന്ന് ക്ലാസ്സിൽ വരാത്തെ? എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. പിന്നെ മിയ, ഈ നടന്ന കാര്യമൊന്നും നീ കോളേജിൽ ആരോടും പോയി പറയരുത് കേട്ടോ. നീ പേടിക്കണ്ട, ഞാൻ ആരോടും ഒന്നും പറയില്ല. ക്ലാസ് ഒന്നും ഇനി മിസ്സാക്കല്ലേ കേട്ടോ എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോയി. അമ്മേ, യങ് അങ്ങനെ സമാധാനിച്ച് തിരിഞ്ഞു നോക്കിയപ്പോ നാം അവിടെ നിന്ന് പോയിരുന്നു. അടുത്ത ദിവസം ക്ലാസ്സിലെ ടീച്ചർ ലവിനെ കുറിച്ച് ഒരു എസ്സേ എഴുതാൻ പറഞ്ഞു. ലവ്, പ്രേമം, മണ്ണാങ്കട്ട. യങ്ങിനാണേൽ കാര്യമായിട്ട് ഒന്നും എഴുതാനില്ല. മിയ അവിടെ തകർത്തിരുന്ന് എഴുതുന്നു. ഇവളാ കാര്യം ആരോടേലും പറഞ്ഞോ എന്നൊക്കെ ആലോചിച്ച് അവൻ ഇപ്പോഴും ടെൻഷൻ അടിക്കുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ് അവൻ തിരിച്ചു പോയപ്പോ മിയ അവന്റെ അടുത്തേക്ക് വന്ന്, എടാ ചെറുക്ക, ലൈറ്റർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. യങ് ആണെങ്കിൽ ഞാൻ സ്മോക്ക് ചെയ്യത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാല് മിയയ്ക്ക് അത്ര വിശ്വാസം വന്നില്ല. അവളുടനെ അവന്റെ കൈ എടുത്തു പിടിച്ച് മണപ്പിച്ചു. ഏത്, സിഗരറ്റ് വലിക്കുന്ന ആൾക്ക് കയ്യിൽ ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ. ഇപ്പൊ വിശ്വാസമായോ ഞാൻ വലിക്കത്തില്ലെന്ന്? ശരി, ഞാൻ ഈ കാര്യം സീക്രട്ടായിട്ട് തന്നെ വെച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടുന്ന് പോയി. ഇപ്പൊ അവിടേക്ക് അവന്റെ സ്കൂൾ ഫ്രണ്ട്സ് ആയ 3 പിള്ളേര് വന്ന്, അത് ആരാന്ന് നിനക്കറിയോ? അവള് നമ്മുടെ ഡിപ്പാർട്ട്മെന്റില് ഫേമസാ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. സംഭവം മനസ്സിലാവാതെ യങ്, ഫേമസോ? എന്തിനു ഫേമസ്? അതൊക്കെ ഉണ്ട്, ബാ നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് സംസാരിക്കാന്ന് പറഞ്ഞ് അവരവനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അവളെ കുറിച്ച് പറഞ്ഞു. അവള് ഒരു വേശ്യയാണ്. അവളുടെ വേഷം തന്നെ കണ്ടില്ലേ? ഒരിക്കൽ അവൾ എന്നെ ട്യൂൺ ചെയ്യാൻ വന്നതാ, ഞാനൊന്നിനും പോയില്ല. അവള് നിന്നെ വളയ്ക്കാൻ നോക്കുവാടാ. ഇതൊക്കെ കേട്ട് യങ്, അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞൊഴിഞ്ഞു. അപ്പൊ ഒരുത്തൻ, നീ എന്നാടാ ആദ്യമായിട്ടൊരു പെണ്ണിനോട് ഇന്റിമേറ്റ് ആയേ എന്ന് യങ്ങിനോട് ചോദിച്ചു. ചിലക്കാണ്ടിരുന്ന് ഫുഡ് കഴിക്കടാന്നും പറഞ്ഞ് അവൻ സബ്ജക്റ്റ് മാറ്റി. അവന്മാരാണേല് മിയേനെ കുറിച്ച് ഭയങ്കര മോശമായിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഇത് കേട്ട് യങ്ങിനങ്ങ് ദേഷ്യം വന്നിട്ട് അവൻ അവരെയും ചീത്ത പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് പോയി. അതിൽ പിന്നെ ആകെ ഉണ്ടായിരുന്ന 3 ഫ്രണ്ട്സും അവന്റെ കൂടെ നടക്കാണ്ടായി. അങ്ങനെ അവനും മിയയെ പോലെ സ്കൂളിൽ ഒറ്റപ്പെട്ടാണ് നടന്നത്. അങ്ങനെ അവൻ ഒറ്റയ്ക്ക് നിന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് മെസ്സേജ് വരുന്നത്. നീ ആ രാത്രി സേഫ് ആയിട്ട് എത്തിയായിരുന്നോ? ഇതായിരുന്നു ആ മെസ്സേജ്. അല്ല, നിങ്ങളിത് ആരാ എന്നവൻ തിരിച്ച് റിപ്ലൈ കൊടുത്തു. ഞാൻ കിം നാം ക്യൂ, നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു അതിന്റെ റിപ്ലൈ. യങ്ങിന് കിമ്മിനെ കയറി കിസ് ചെയ്തത് കൊണ്ട് ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവനെ കാണാൻ വേണ്ടിയിട്ട് പോയി. അവര് യങ്ങിന്റെ ഫ്രണ്ടിന്റെ കഫേയിൽ വെച്ച് മീറ്റ് ചെയ്തു. നാമിനെ കണ്ട് അവന്റെ ഫ്രണ്ട് മറ്റു 2 പേരെയും വിളിച്ച്, യങ് ഒരു ചുള്ളൻ ചെറുക്കൻ്റെ കൂടെ ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. യങ് അന്ന് കിസ് ചെയ്തതിന് ക്ഷമ ചോദിച്ചു. അതൊന്നും സാരമില്ല, നിന്നെ ഒന്നുകൂടെ അവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സന്തോഷമായി. പക്ഷേ പെട്ടെന്ന് നീ എന്നെ പുറത്തോട്ട് വിളിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ ഇത്തിരി ഷോക്കായിപ്പോയി, അത്രേ ഉള്ളൂ. യങ് ഇത് കേട്ട് ആകെ ചമ്മി വീണ്ടും സോറി പറഞ്ഞു. അല്ല, നിന്റെ ഫ്രണ്ടുമായിട്ടുള്ള കാര്യമൊക്കെ ഓക്കെ ആയോ? ഫ്രണ്ടോ?
ആ മറ്റേ പെങ്കൊച്ച് അന്ന് സംസാരിച്ച, ഓ അവളെൻ്റെ ഫ്രണ്ടൊന്നുമല്ല, ജസ്റ്റ് ക്ലാസ്മേറ്റ് അത്രേ ഉള്ളൂ. അന്ന് ആക്ച്വലി പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, എല്ലാം ഓക്കെയാണ്. ഓ അതെയല്ലേ, ഞാൻ കരുതി നിങ്ങളെന്തോ കാര്യമായിട്ട് സംസാരിക്കുവാണെന്ന്. നിന്നെ കളഞ്ഞിട്ട് പോകണമെന്ന് വെച്ചിട്ട് ഞാൻ പോയതല്ല. പറയാതെ പോയാൽ എൻ്റെ അടുത്ത് നീ ഒന്ന് ക്ഷമിക്കണം. അയ്യോ ഞാനല്ലേ ക്ഷമ ചോദിക്കേണ്ടത്, ഞാനല്ലേ നിന്നെ അങ്ങോട്ട് കയറി കിസ് ചെയ്തത്. നാമ അപ്പോൾ പറയുവാണ്, ഏയ് സത്യം പറഞ്ഞാൽ എനിക്ക് ആ കിസ് ചെയ്തതൊക്കെ ഇഷ്ടമായിരുന്നു. നിനക്ക് എന്താ ഇഷ്ടമായില്ലായിരുന്നു? ഇത് കേട്ട് യങ്ങാകെ അന്തം വിട്ടു. ആഹാ കൊള്ളാലോ, ആ എനിക്കും അത് ഇഷ്ടമായിരുന്നു എന്നവൻ പറഞ്ഞു. അങ്ങനെ അവർ ചെറുതായിട്ടൊന്ന് സെറ്റായി. നാം അങ്ങനെ യങ്ങിനെയും കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ്. നാമാണെങ്കിൽ വളരെ പയ്യാണ് കാർ ഓടിക്കുന്നത്. അതുകൊണ്ട് യങ്, എന്താ നീ ഇങ്ങനെ പയ്യെ കാർ ഓടിക്കുന്നത്? ഇവിടെ വേറെ വണ്ടിയൊന്നും ഇല്ലല്ലോ, കുറച്ചൊരു സ്പീഡിൽ പൊക്കൂടെ എന്ന് ചോദിച്ചു. എന്നാൽ നാം പറയുന്നുണ്ട്, ഇതാണ് ലീഗലി ഈ റോഡിൽ കൂടെ ഓടിക്കാൻ പറ്റുന്ന മാക്സിമം സ്പീഡ്, ഇതിൽ കൂടുതൽ പോയാൽ അപകടമാണ് എന്നൊക്കെ. നാം അങ്ങനെ തൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് നഗരത്തെ മൊത്തം കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭംഗിയാണ്. നാം അപ്പോൾ മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ യങ്ങിനോട് പറയുവാണ്. അവന് പക്ഷികളുടെ ഫോട്ടോസൊക്കെ എടുക്കാനാണ് ആഗ്രഹം, പക്ഷികളെ അവന് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ. അപ്പോൾ യങ് ഔട്ട് ഓഫ് ദ ബ്ലൂ, നിനക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നാമും ചിരിച്ചോണ്ട്, എനിക്കങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അന്ന് ക്ലബ്ബിൽ നീ നിന്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡാൻസ് കളിക്കുന്ന കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അസൂയ തോന്നിയെന്ന് പറയാണ്. യങ്ങാണേലോ അന്നത്തെ രാത്രിയെക്കുറിച്ച് പറയല്ലേ, എനിക്കിനി ചമ്മാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നാം പറയുന്നുണ്ട്, നിനക്കറിയോ നീ ഭയങ്കര ട്രാൻസ്പാരൻ്റ് ആണ്, നിന്റെ മനസ്സ് ഭയങ്കര നല്ലതാണ്. എനിക്ക് ആൾക്കാരെ ഫോട്ടോ എടുക്കുമ്പോൾ അവരുടെ മനസ്സ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് യങ് തൻ്റെ ഫോൺ എടുത്തിട്ട് കിമ്മിൻ്റെ ഫോട്ടോ എടുക്കുകയാണ്. എന്നിട്ട് അവൻ പറഞ്ഞു, നിനക്കെങ്ങനെ അത് പറ്റണേ? എനിക്കത് കണ്ടിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നീ കണ്ണിൽ തന്നെ സൂക്ഷിച്ചു നോക്കണം, എങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ അവർ കണ്ണിൽ നോക്കി യുനോ എന്നിട്ട് അവർ കിസ്സൊക്കെ ചെയ്തു, അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ നിർത്തുവാണ്. ഈ എപ്പിസോഡിൻ്റെ ബാക്കിയുണ്ട്, അത് അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ വേഗം വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഡു കമൻറ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.